ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതർ 450X 3.7 കിലോവാട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് വണ്ടി. ഇതെടുത്തിട്ട് ഏകദേശം 10-20 ദിവസമേ ആയിട്ടുള്ളൂ. 2-3 ആഴ്ച ആ ഒരു കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ടോട്ടൽ ഏകദേശം 1000 കിലോമീറ്റർ ഓടി. അപ്പം ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക്. നല്ല രസമാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്, ലൂണാർ ഗ്രേ. അപ്പോൾ കുറച്ച് ചളി പിടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല രസമാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു സൈഡ് പ്രൊഫൈലിലും വെച്ച് നോക്കുമ്പോൾ ബാക്കും കാര്യം എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല എയറോഡൈനാമിക്സ് ഉള്ള ഒരു കുട്ടി വണ്ടി, ആ ഒരു ലെവലിൽ വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടീനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഏതർ, അല്ലെങ്കിൽ എന്താണ് ഏതർ എന്ന് സംസാരിക്കാം. ഏതർ എന്ന് പറയുന്നത് 2013 പിന്നെ തരുൺ മെഹന്തിയും സ്വപ്നിൽ ജെയിനും കൂടിയും IIT മദ്രാസിൽ പഠിക്കുമ്പോൾ ആദ്യം ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് 2 വീലർ ബാറ്ററി നിർമ്മിച്ചിട്ട് വേറെ കമ്പനികൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവർ ഫസ്റ്റ് ഒരു കമ്പനി എന്നുള്ള രൂപത്തിൽ ഫോം ചെയ്യുന്നത്. ഏതറിന് പേരൊന്നും ഉണ്ടായിട്ടില്ല, അവരങ്ങനെയാണ് ഫോം ചെയ്തത്. പിന്നെ ഭാവിയിൽ അവർക്കത് അൺസക്സസ്ഫുൾ ആയതുകൊണ്ട്, അതായത് അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് അതിൽ സ്വപ്നിൽ ജെയിൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്കൊരു വണ്ടി തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുകൂടാ എന്നുള്ള രീതിയിലേക്ക് പിന്നെ അവർ മാറ്റിയെടുത്തു. അങ്ങനെ കുറേ പ്രോട്ടോടൈപ്പിന് ശേഷം അവർ നിർമ്മിച്ച് 2018 ലോഞ്ച് ചെയ്ത വണ്ടിയാണ് ഏതർ 350യും 450യും. ആദ്യം 350യും 450 ഉണ്ടായിനി. ഇപ്പം നിലവിൽ 450 ഇല്ല. ഇപ്പം ഏതറിന് വരുന്ന മോഡൽസ് എന്ന് പറയുന്നത് 450S 450Xൽ 2 മോഡൽ ബാറ്ററി പാക്കിൻ്റെ സൈസിൽ വരും, ഞാൻ പിന്നെ പറയാം. പിന്നെ റിസ്തയും 2 മോഡൽ വരുന്നുണ്ട്, 3 മോഡൽ വരുന്നുണ്ട് ടോട്ടൽ ബാറ്ററി പാക്കിൻ്റെ സൈസിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം ഫണ്ടേഴ്സ് എന്ന് പറയുന്നത് ഹീറോ 38% സ്റ്റേക്ക്, പിന്നെ ഏതറിൻ്റെ കമ്പനിയിൽ 38% സ്റ്റേക്ക് ഹീറോ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് വണ്ടീൻ്റെ ഫ്രണ്ടത്തെ ലുക്ക്. അടിപൊളിയല്ലേ, കാണാൻ നല്ല രസമുള്ള ലുക്കാണ്. കണ്ണൂരത്തെ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്, കണ്ണോത്തഞ്ചാൽ. അവിടെയാണ് ഇതിൻ്റെ ഷോറൂമും സർവീസും വരുന്നത്. സസ്പെൻഷൻ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്തൊരു സസ്പെൻഷനാണ്, കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ്. അങ്ങനെ ലോങ് റൈഡിന് പറ്റിയ ടൈപ്പല്ല, സിറ്റി റൈഡിനൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള സസ്പെൻഷനാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് കുഞ്ഞ് മഡ് ഗാർഡാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ചളി തെറിക്കുന്നുണ്ട്. മുമ്പിലേക്ക് നമ്മൾ മുഖത്തേക്കൊന്നും തെറിക്കുന്നില്ല, ചെറുങ്ങനെ ആ ഒരു മോൾ ഭാഗത്തേക്ക് ലൈറ്റിൻ്റെ ഭാഗത്തെല്ലാം ചളി തെറിക്കുന്ന രീതിയിലേക്ക് ടൈപ്പാണ് മഡ് ഗാർഡ്. പക്ഷേ ഡിസൈന് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ടയർ വരുന്നത്, ട്യൂബ്ലെസ് ആണ്. ടയർ എന്ന് പറയുന്നത് MRFും ഏതറും കൂടി പിന്നെ കമ്പൈൻ ചെയ്ത് ഏതറിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഉണ്ടാക്കിയ EV ടയേഴ്സാണ്. സാപ്പറിന് ഉണ്ട് EV ടയേഴ്സാണ് ഇത്. ഈ ടയർ കണ്ടോ, EV ടയേഴ്സാണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഏതേഴ്സ് പുതിയത് ഇറങ്ങുന്നത്. ഇതാണ് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇവിടെ ഏതർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉണ്ടാവും. പിന്നെ താഴെ നമ്പർ പ്ലേറ്റ് വരാനുള്ള ഒരു സ്പേസ്. ഇത് ബാക്കിലെ ടയർ ഡിസ്ക് പാഡ്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക്കാണ് കേട്ടോ. ഡിസ്ക് പാഡ് ഏതറിന് ഷോറൂമിൽ റേറ്റ് കൂടുതലാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഏകദേശം വണ്ടി എടുത്തിട്ട് അത്രയല്ല ആയിട്ടുള്ളൂ. ഏകദേശം പുറത്ത് വരുന്നത് ഇതിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 220ൻ്റെ ബ്രേക്ക് പാഡ് ബാക്കിലും ഫ്രണ്ട് ഹീറോ ഗ്ലാമറിൻ്റെയും സൂട്ടാവുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇത് സസ്പെൻഷൻ മോണോ സസ്പെൻഷനാണ്. പിന്നെ കാണാൻ നല്ല രസമാണ്, സെയിം കളറ്, അതായത് ഒരു കളർ തീമിന് മാച്ചാവുന്ന രീതിയിലേക്കുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് LED ആണ്. അതിൻ്റെ ഉള്ളിൽ ഏതറിന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ കവറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബെൽറ്റ് വരുന്നത്, ചെയിനല്ല, സോറി, ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ കമ്പനി എന്ന് പറയുന്നത് മിസ്തുബിഷിയാണ്. മിസ്തുബിഷിയും ഏതറും കൂടിയും നിർമ്മിച്ചിട്ടുള്ള ബെൽറ്റാണിത്. മിസ്തുബിഷി എഴുതിയിട്ടുണ്ടാവും.
ഇനി 2 ബെൽറ്റാണ് വരുന്നത്. അതായത് ഒന്ന് മോട്ടറിന് പിന്നെ പുള്ളിയിലേക്ക് വരുന്നത്, പുള്ളിയിൽ നിന്ന് ടയറിലേക്ക് കൊടുക്കുന്ന ടൈപ്പ് ബെൽറ്റാണ് ഉള്ളത്. നോക്കുകയാണെങ്കിൽ ഏകദേശം 22 ലിറ്ററാണ് ഏതറിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പം തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ക്ലിയറായിട്ട് ഇവരെ ഒരു ഹാഫ് സൈസ്, ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് മോശമില്ലാത്ത രീതിയിൽ കയറും. ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വട്ടമുണ്ട്, അങ്ങനെ വലിയ വട്ടം എന്ന് പറയാൻ കഴിയില്ല. രാത്രി അത്യാവശ്യം കാണാൻ പറ്റും. ഇത് ഇവരെ തന്നെ ഹെൽമെറ്റാണ് കേട്ടോ. ഈ ഹെൽമെറ്റിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇവർ തന്നെ ഒരു ഹലോ ബിറ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ടുള്ള ടൈപ്പ് ഹെൽമെറ്റാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് അതിൻ്റെ സ്വിച്ചസ്. ഇത് ഹെഡ്ലൈറ്റ് ഹൈയും ലോൻ്റെയും ജോയ് സ്റ്റിക്ക്. അതായത് ഇത് യൂസ്ഫുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ മാറ്റാൻ പറ്റും, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കോൾസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ളത്. മാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, മോട്ടറിൻ്റെ കിൽ സ്വിച്ച്, പിന്നെ റിവേഴ്സ് സ്വിച്ച്, മോഡ് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച്, ഇത്ര വരുന്നു. 2 ബ്രേക്സ് വരുന്നുണ്ട്. മിറേഴ്സ് കാണാൻ നല്ല രസമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിററാണ്. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വണ്ടിയെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല സ്പീഡ് പോകുമ്പം കറക്റ്റായിട്ട് എയർ സപ്ലൈ ആകുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. വീട്ടിൽ നിന്ന് പിന്നെ ഫാസ്റ്റ് ചാർജും ചെയ്യാൻ പറ്റുന്ന സെയിം മൊഡ്യൂൾ തന്നെ, ടൈപ്പ് 7 എന്ന് പറഞ്ഞിട്ടുള്ള ഗണ്ണാണ് ഇതിന് വരിക. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അപ്പം ഓണാക്കി നോക്കാം. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിൽ നമുക്ക് ടോട്ടൽ ഓടിയ കിലോമീറ്റർ 1097.8 കിലോമീറ്റർ ഓടി. ട്രിപ്പ് ഇപ്പം ഞാൻ റിസെറ്റ് ചെയ്തതാണ്. പിന്നെ ആവറേജ് സ്പീഡ് അത് ഓരോ നമ്മളെ റൈഡിങ്ങിലും മാറും. പിന്നെ ഇതാണ് മോഡ് വരുന്നത്, ടോട്ടൽ മോഡ്സ്. ഇതിലേറ്റവും ചെറിയ മോഡ് എന്ന് പറയുന്നത് സ്മാർട്ട് ഈക്കോ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈക്കോയിലേക്ക് മാറ്റാം. അത് ഇവരുടെ സെറ്റിങ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സ്മാർട്ട് ഈക്കോയിൽ നമുക്കിപ്പോൾ 74%-ൽ 93 കിലോമീറ്റർ ഓടാൻ പറ്റും. റൈഡ് വരുന്നുണ്ട്. റൈഡ് അത്യാവശ്യം ഏകദേശം ഒരു 60 km/h സ്പീഡ് ആ റേഞ്ചിൽ പോകാൻ പറ്റുന്നത്. സ്മാർട്ട് ഈക്കോയിൽ നമുക്ക് ആ റേഞ്ച് തന്നെ പോകാൻ പറ്റും. ചില സമയം അത് 43 ആ റേഞ്ചിലേക്ക് കുറഞ്ഞ് വരും. പിന്നെ സ്പോട്ട് ഉണ്ട്. സ്പോട്ട് നമുക്ക് ഏകദേശം 90 തന്നെ കിട്ടും, അല്ല 84-90 തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു മിഞ്ഞാന്ന് നമ്മൾ ബാക്കിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല ഹൈവേ ആയ സമയത്ത് സ്പോട്ടിൽ തന്നെ 90 കിട്ടുന്നുണ്ട്. മാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 വരെ ടോപ്പ് സ്പീഡ് 90, 91, 90ലാണ് ലോക്ക് ആയിട്ടുള്ളത്. പക്ഷേ സ്പോട്ടിലും മാർപ്പിലും പിക്കപ്പിലാണ് വ്യത്യാസം തോന്നുന്നത്. കാരണം അനക്ക് ഓട്ടിച്ചത് പ്രകാരം അനക്ക് ഒന്ന് വണ്ടി എടുക്കുന്ന പിക്കപ്പിൻ്റെ സ്പീഡ് പ്രകാരമാണ് സ്പോട്ടിലും വാർപ്പിലും വ്യത്യാസമുള്ളൂ. കാരണം ഏതർ 450S എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ടല്ലോ, അതിൽ വാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡില്ല. പക്ഷെ സ്പോട്ടിൽ തന്നെ അവർക്ക് 90 കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് വാർപ്പ് എന്ന് പറയുന്ന ആ പെട്ടെന്നുള്ള ആ ഒരു പിക്കപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, വണ്ടി പെട്ടെന്ന് എടുത്തു പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു മോഡാണ്. വാർപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. സ്പോട്ട് റൈഡ് ആ റേഞ്ചിലാണ് അധികം യാത്ര ചെയ്യൽ. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഒരു 2 ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരേ ടൈമല്ല, 2 ഫോൺ നമുക്ക് ഇതിൽ പെയർ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമുള്ളത് നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ ഇതിലിപ്പോൾ പാട്ടിൻ്റെ എല്ലാം വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പാണ്, ഗൂഗിൾ മാപ്പാണ്. ഇതിൽ നമുക്ക് ഇൻബിൽഡായിട്ട് ഏതറിൻ്റെ ആപ്പിൽ തന്നെ ഹോം വർക്കിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിലേക്ക് എത്ര ദൂരം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കും. 20 മിനിറ്റ് 11.5 കിലോമീറ്റർ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തായി. പിന്നെ ഇവർ ഫോണിൽ നിന്ന് തന്നെ അത്യാവശ്യം ലൊക്കേഷൻ എടുത്തിട്ട് നമുക്ക് സ്കൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, പുഷ് ചെയ്യാൻ പറ്റും വാട്സപ്പിലെ ലൊക്കേഷൻ. പിന്നെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ട് ഏതറിൻ്റെ ആപ്പിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം സ്കൂട്ടിയിലേക്ക് വരും ആ ലൊക്കേഷൻസൊക്കെ. ഈ TC എന്ന് എഴുതിയിട്ടുള്ളത് ട്രാക്ഷൻ കൺട്രോളാണ് കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ ഓണാണെന്ന് അർത്ഥം. പിന്നെ ഇത് സൈഡ് സ്റ്റാൻഡിൻ്റെ ആണ്. ഇപ്പോൾ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ അത് പോകും. സൈഡ് സ്റ്റാൻഡ് എടുത്ത് ഇതാക്കിയാൽ
ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിമ്മ് വരുന്ന ടൈപ്പ് മോഡലാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈഫിൻ്റെ പേരിലാണ് വണ്ടി ഉള്ളത്. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് വരും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വണ്ടീൻ്റെ സെറ്റിങ്സാണ്. അത് ജസ്റ്റ് ഈ സൈഡിലെ ഒരു ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതറിൻ്റെ ആപ്പിൽ അത്യാവശ്യം നമ്മളെ ലൈസൻസ്, RC, ഇൻഷുറൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വണ്ടിയിലേക്ക് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാം. ഇത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ട്വിസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരണം. പിന്നെ ഇത് കോൾ സോൺ, അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കോള് കാണിക്കും. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഈ ബട്ടൺ, സെൽഫിൻ്റെ ബട്ടൺ 3 പ്രാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് കോണ്ടാക്റ്റ് ആണോ പിന്നെ ഏതൊരു ആപ്പിൽ കൊടുത്തത് ആ കോണ്ടാക്റ്റിലേക്ക് ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക് 1 ഹവറിലേക്ക് സെൻഡ് ആവും. പിന്നെ ഓട്ടോ ഹോൾഡ് നല്ല ഫീച്ചറാണ്. അപ്പോൾ ഈ ട്വിസ്റ്റും ഓട്ടോ ഹോൾഡും ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാണിച്ചുതരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ചാർജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫാസ്റ്റ് ചാർജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ വണ്ടി ഓടിക്കുന്ന ഒരു റൈഡിങ് വീഡിയോയും വരും ടോട്ടൽ. അപ്പം അതിൽ കാണിച്ചു തരാം. പിന്നെ ഇത് സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞിട്ടില്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഈ സാധനം, ഈ സ്മാർട്ട് ഈക്കോ നമുക്ക് പിന്നെ വെറും ഈക്കോയിലേക്ക് മാറ്റാൻ പറ്റുന്നുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സ്മാർട്ട് ഈക്കോ ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈക്കോ മാത്രമായി ഉണ്ടോ, അങ്ങനെയാണ് വരുന്നത്. സ്മാർട്ട് ഈക്കോ വരെ വേറെ തന്നെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ വണ്ടീൻ്റെ മോഡൽ നമ്പറും കാര്യമെല്ലാം, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ സെറ്റിങ്സ് ഡാർക്ക് വേണോ ലൈറ്റ് വേണോ, ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്, പിന്നെ കണക്ടിവിറ്റി, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ. ടോട്ടൽ ഇപ്പോൾ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ആകെ ഒരു 3 ആക്സസറീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഫ്ലോർ മാറ്റ്, ഒരു സീറ്റ് കവർ, ഒരു ത്രോട്ടിൽ ഗ്രിപ്പ്. ഈ ത്രോട്ടിൽ ഗ്രിപ്പ് അടിപൊളിയാണ് കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയത്തായാലും ഇന്ന് വെള്ളം നിൽക്കില്ല, പെട്ടെന്ന് പോകും നമ്മളുടെ. പിന്നെ കൈക്ക് ഒരു കറുപ്പ് കളറടിക്കുന്ന ഒരു സ്വഭാവം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറിന് ഏകദേശം വരുന്നത് 999 ആണ്. പിന്നെ ഇതിന് 599ഉം ഇതിന് 299 വരുന്നത് ത്രോട്ടിൽ ഗ്രിപ്പിന്. വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് കിലോമീറ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഈക്കോയിൽ 130 കിലോമീറ്റർ. എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടിയും പ്രോപ്പറായിട്ട് R&D ചെയ്തിട്ട്, അതായത് EV സെഗ്മെൻറ്റിൽ, അതായത് ഇവരെ റവന്യൂവിൻ്റെ എതറിൻ്റെ റവന്യൂവിൻ്റെ 13% ഇവർ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല എയറോഡൈനാമിക്സും പിന്നെ ഒരേ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരാത്തൊരു മോഡലാണ് ഇത്. പിന്നെ ഇതിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇതേ 3.7 കിലോ വാട്ട് തന്നെ 105 കിലോമീറ്റർ പറഞ്ഞ കമ്പനിയാണ് എയ്തർ. അതായത് 3.7 കിലോമീറ്റർ ബാറ്ററിയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം വരുന്ന മോഡലിൽ 130 കിലോമീറ്ററാണ് ഇവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടയേഴ്സ്, അതായത് ടയർ EV ടയേഴ്സിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് കിലോമീറ്ററിൽ വേരിയേഷൻ വന്നു. പിന്നെ മാജിക് ട്വിസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് പിന്നെ ചെറിയ കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസം വന്നു. പിന്നെ സ്മാർട്ട് ഈക്കോ, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് 130 കിലോമീറ്റർ ട്രൂ റേഞ്ച് ഇവർ പറയുന്നു. IDC റേഞ്ച് 161-4 അങ്ങനെയാണ് കിലോമീറ്റർ വരുന്നത്. ടോട്ടൽ നല്ല വണ്ടിയാണ്. ഏകദേശം ഇതാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് കേട്ടോ. ഫ്ലോർ ബോർഡിൽ ആയിട്ട് വരുന്ന ബാറ്ററിയാണ്. നമുക്കൊരു ചെറിയൊരു യാത്ര പോയിട്ട് വരാം. ഏതറിൽ തന്നെ നിലവിൽ റൈഡ് മോഡിലാണുള്ളത്. ഏകദേശം 74% ഉണ്ട്. 76 കിലോമീറ്റർ ഇട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഓഫാണ്. നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് ഇത് കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഡിസെൻഗേജ് കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ കിൽ സ്വിച്ച് ഇതാക്കിയിട്ട് ബ്രേക്ക് പ്ലസ് സ്റ്റാർട്ട്, സിമ്പിളാണ്. പിന്നെ സാധാരണ ആക്സിലേറ്റർ കൊടുത്താൽ മുമ്പോട്ടേക്ക് പോകും. ഇപ്പോൾ റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് പിടിക്കാം, റിവേഴ്സ് മോഡ് കഴിഞ്ഞാൽ
വണ്ടി റിവേഴ്സിലേക്ക് പോകും. അതേ സ്വിച്ച് ഒന്ന് മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോർമലായി. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് മോഡ് വരുന്നത്. ഇത് ജോയ്സ്റ്റിക്ക്, നമുക്ക് എന്തെങ്കിലും ട്രാക്ഷനും കാര്യമെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിൽ റൈഡ് സെറ്റിങ്സ് ഇപ്പോൾ റെയിൻ മോഡിലുള്ളത്. നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ റെയിൻ, മറ്റ് റോഡ്, റാലി ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ നാവിഗേഷൻ, ബ്രൈറ്റ്നസ്. ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.